ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവാങ്കേലിയോൻ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 142 എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിപ്പാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തുന്നു. ഇന്ന് ഗാനങ്ങളിൽ ആലോചിക്കുവാനായി ഇവിടെ എത്തിയിട്ടുള്ളത് കൊട്ടാരക്കര നിവാസിയും പ്രശസ്ത ഗായികയുമായ സഹോദരി സിമി ജേക്കബ് കൊട്ടാരക്കര അവരുകളാണ്. പ്രിയ മകൾ കൂടി മനോഹരമായ ഗാനങ്ങൾ കേൾക്കുവാൻ കഴിയുന്നതാണ്. പ്രിയമകളെ കർത്താവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് കത്രിവേലയിൽ ആയിരിക്കുകയും ഒപ്പം ഗാന രംഗത്ത് ശോഭിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരൻ ബെനറ്റ് ജോൺ കൊട്ടാരക്കര അവരുകളാണ്. പ്രിയമകൻ ഈ ശുശ്രൂഷ ഭാഗമായിട്ട് പലപ്പോഴും കടന്നു വരികയും ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഗാനങ്ങൾക്ക് നരേഷനും ലഘു സന്ദേശം അറിയിപ്പാനായി എത്തിയിട്ടുള്ളത് കർത്താവിൽ പ്രസിദ്ധ സുവിശേഷകനായ ഒ ബിജു വേങ്ങൂർ അവരുകളാണ്. പിന്നീടും ഇവിടെ മുമ്പും കടന്നു വരുവാൻ ഇടയായിട്ടുണ്ട്. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് വന്നതിൽ സന്തോഷിക്കുന്നു. ഒപ്പം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയുടെ ഭാഗമാക്കാകുവാൻ തൊക്കണം ഞങ്ങളുടെ സഹോദരൻ ജേക്കബ് മാത്യു അവരുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവനെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഇവിടെ ആയിരിക്കാം. ഇപ്പോൾ സഹോദരൻ ജേക്കബ് മാത്യു മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുകയും അതിനെ തുടർന്ന് ഉള്ള ശുശ്രൂഷകൾ കദ്രാസൻ ഒ ബിജു അവരുകൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നതായിരിക്കും. പ്രാർത്ഥനയ്ക്കായി പ്രിയ സഹോദരനെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഈ സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നൽകിയ എല്ലാ കൃപകളും സ്തോത്രം. കർത്താവ് ഞങ്ങളെ ആവശ്യമുള്ള കൃപകളും നൽകി ഞങ്ങളെ ബലപ്പെടുത്തുന്നു, ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വേലയുടെ ബന്ധത്തിൽ കർത്താവെ പ്രവർത്തിപ്പാനൊക്കെ ഞങ്ങളെ അങ്ങ് സഹായിക്കുന്നു, അങ്ങ് മഹത്വപ്പെടുവാൻ സഹായിക്കുന്ന സ്തോത്രം. ഇന്ന് ചെയ്യുന്ന ശുശ്രൂഷകളും കർത്താവെ അങ്ങയ്ക്ക് മഹത്വമുള്ളതായിരിക്കാൻ കർത്താവെ സഹായിക്കണം. പാടുന്ന പ്രിയ മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകൾക്കും സ്തോത്രം. തന്നിലൂടെ വരുന്ന ശബ്ദം ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്ന ശബ്ദമായിരിക്കാൻ കർത്താവെ അങ്ങ് സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. അത് കേൾക്കുന്ന പലർക്കും കർത്താവിൻ്റെ സ്നേഹത്തോട് അടുക്കുവാൻ, കർത്താവിൻ്റെ കരുതലിനെക്കുറിച്ച് ഓർക്കുവാൻ, കർത്താവിൻ്റെ നന്മകളെക്കുറിച്ച് ഓർത്ത് നന്ദി പറയുവാൻ കർത്താവെ അങ്ങ് സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ സുരക്ഷയ്ക്കിടെ കടന്നു വരുന്ന ബിജു സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകളും സ്തോത്രം. കഴിഞ്ഞ നാളിലൊക്കെ തന്നെ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് പ്രവർത്തിപ്പാനും സംസാരിപ്പാനും ഒക്കെ കർത്താവെ പ്രിയദാസനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കും. കർത്താവെ സഹായിക്കണം. തന്നിലൂടെ പറയുന്ന വാക്കുകൾ, കേൾക്കുന്ന വാക്കുകൾ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കാൻ അനേക ഹൃദയങ്ങൾക്ക് അതൊരു മാറ്റത്തിന് കാരണമായി തീരുവാൻ കർത്താവെ സഹായിക്കണം. ഈ ടിക സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തന്നിൽ കൂടെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ട് സ്തോത്രം. കൂടുതലായിട്ട് അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണം. ബെനറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്തിരിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ ഒത്തൊരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിട്ട് കർത്താവെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ ഹൃദയം കൊണ്ട് തൊടണം. ചിലർക്ക് കർത്താവിനെ കണ്ടുമുട്ടുവാൻ, കർത്താവിനെ വിളി കേൾക്കുവാൻ കർത്താവെ അങ്ങ് സഹായിക്കുവാനാണ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കേട്ടതിനായിട്ട് നന്ദി, സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ തന്നെ, ആമേൻ. ഈ ദൃശ്യമാധ്യമത്തിലൂടെ അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലൂടെയൊക്കെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവാങ്കേലിയോൻ മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും നടത്തി വരുവാറുള്ള, എല്ലാ വ്യാഴാഴ്ചയും നടത്തി വരുവാറുള്ള ഈ മ്യൂസിക് പ്രോഗ്രാം ഇന്ന് അതിൻ്റെ 142 എപ്പിസോഡിലേക്ക് നാം കടന്നു വന്നെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ ഇവിടെ കടന്നു വരുവാനും ഇവിടെയുള്ള ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാനും ദൈവം ഇടയാക്കി തീർത്തിട്ടുണ്ട്. നന്ദിയോടെ അത് ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ശുശ്രൂഷ
ദൈവനാമഹത്വത്തിനായി തീരുവാൻ ദൈവടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ശ്രുതിമധുരമായ ഗാനങ്ങൾ ശ്രവിക്കുവാനും അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ ശ്രവിക്കുവാനും നിരാശയുടെ നീർച്ചുഴിയിൽ പ്രത്യാശയില്ലാതെ യാതൊരുവിധമായ സാധ്യതയുമില്ലാതെ ജീവിതത്തിൽ ഏകാന്തതയുടെ നീർച്ചുഴിയിലായിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇന്നത്തെ ഈ ശുശ്രൂഷ അനുഗ്രഹപൂർണമായി തീരുവാൻ, സന്തോഷപൂർണമായി തീരുവാൻ, പ്രത്യാശയും പ്രതീക്ഷയും ഉളവാക്കുന്നതായി തീരുവാൻ സർവേശ്വരനായ ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ദൈവം എത്രയോ അത്യുന്നതനാണ്. ദൈവത്തിൻ്റെ ഔന്നിത്യം, ദൈവത്തിൻ്റെ വലിപ്പം, ദൈവത്തിൻ്റെ ശ്രേഷ്ഠത മനുഷ്യ മനസ്സുകൾക്ക്, മനുഷ്യൻ്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും അതീതമായിട്ടുള്ളതാണ്. പലപ്പോഴും ദൈവത്തെ കണ്ടെത്തുവാൻ മനുഷ്യൻ പല നിലകളിൽ ശ്രമിക്കുമ്പോൾ ദൈവം തന്നെ ദൈവത്തെ മനുഷ്യന് വെളിപ്പെടുത്തി. ബൈബിളിൻ്റെ പേജുകൾ നാം പഠിക്കുമ്പോൾ ദൈവം ദൈവത്തെ തന്നെ ആ ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തി. അതുപോലെ തന്നെ ഈ കാണുന്ന സൃഷ്ടിയിലൂടെ ദൈവം ദൈവത്തെ വെളിപ്പെടുത്തി. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്: ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. സൃഷ്ടിയിലൂടെ ദൈവം ദൈവത്തെ വെളിപ്പെടുത്തി. എന്നാൽ ഈ അന്ത്യ നാളുകളിൽ ഈ ലോകം അതിൻ്റെ സായാഹ്നത്തിലേക്ക്, അന്ത്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവം ദൈവത്തെ തന്നെ വെളിപ്പെടുത്തിയത് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത് ഈ അന്ത്യകാലത്ത് യേശുക്രിസ്തുവിലൂടെ ദൈവം ദൈവത്തെ വെളിപ്പെടുത്തി. ഈ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ, ദൈവത്തിന്റെ ഔന്നത്യത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഉന്നതൻ നീ, അത്യുന്നതൻ നീ എന്നുള്ള ശ്രുതിമധുരമായ ഗാനം ഇപ്പോൾ സിമി ജേക്കബ് കൊട്ടാരക്കര ദൈവനാമഹത്വത്തിനായിട്ട് ആലപിക്കും.
ഈ മരുഭൂയാത്രയിൽ നമുക്ക് ആശ്വാസമായും സമാധാനവുമായി തീരുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ദാവീദ് ഈ നല്ല ഇടയനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ നിരാശയുടെ നീർച്ചുഴിയിൽ, കൂരിരുളിൻ്റെ പാതയിൽ ആരും സഹായമില്ലാതെ, പ്രത്യേകിച്ച് മരണനിഴലിൻ്റെ അവസ്ഥയിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് പ്രത്യാശയും നമുക്ക് സന്തോഷവും നമുക്ക് പ്രതീക്ഷകളും നൽകുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ നമ്മെ ധൈര്യപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്നുള്ള ദൈവത്തിൻ്റെ വചനം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം. വിശന്നിരിക്കുന്നവർക്ക് ജീവൻ്റെ അപ്പമായി, ദാഹിച്ചിരിക്കുന്നവർക്ക് ജീവജലമായി, പ്രത്യാശയില്ലാത്തവർക്ക്, വഴി ഏതാണെന്നറിയാത്തവർക്ക് വഴിയായി, സത്യമായി, ജീവനായി, ഒരുപക്ഷെ നമുക്ക് മരണാനന്തര ജീവിതമുള്ള വലിയ പ്രത്യാശ നൽകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപദാനങ്ങളെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനമാണ് നമുക്ക് ശ്രവിക്കുവാനായിട്ട് പോകുന്നത്. നമ്മുടെ കർത്താവിൻ്റെ വരവും ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. കാഹളധ്വനി എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കാതുകളിൽ മുഴങ്ങാം. എന്നാൽ ആ വരവിനായിട്ട് നാം ഒരുങ്ങിയിട്ടുണ്ടോ, ഉണർന്നിട്ടുണ്ടോ എന്ന ആഹ്വാനം നൽകുന്ന ഒരു ഗാനം, പ്രത്യേകിച്ച് ഒരുപിടി ഗാനങ്ങൾ ക്രൈസ്തവ കൈരളിക്ക് സമ്മാനിച്ചിട്ടുള്ള കർത്തദാസൻ ഈട്ടിക്കൽ കുഞ്ഞുവൻ സഹോദരൻ എഴുതിയ ആശ്രിത വത്സരനാം യേശു മഹേശനെ എന്ന ഗാനം നമുക്കിപ്പോൾ ദൈവനാമത്വത്തിനായിട്ട് ശ്രവിക്കാം. മഹോന്നതനേ ആശ്രിത വത്സലനാ യേശു മഹോന്നതനേ പാരിലാശ്രയിച്ചിടുവാനായി നാഥ നീ മതിയെന്നുമെന്നും പാരിലാശ്രയിച്ചിടുവാനായി നാഥ നീ മതിയെന്നുമെന്നും വത്സലനാ യേശു മഹോന്നതനേ ആശ്രിത വത്സലനാ യേശു മഹോന്നതനേ
ഒളി വിതറും മരുവിലൻ തണലായിടും പരനെ നിൻ തിരുപ്പാദമണഭയം തരണമേ നിൻ കൃപയിൽ പരനെ നിൻ തിരുപ്പാദമണഭയം തരണമേ നിൻ കൃപയിൽ ആശ്രിതവത്സലനാ യേശു മഹോന്നതനേ ആശ്രിതവത്സലനാ യേശു മഹോന്നതനേ കഠിനമപാതകളിൽ കരുതലായി നീ വരണേ കഠിനമപാതകളിൽ കരുതലായി നീ വരണേ കരുണയിന്നുറവാം യേശു മഹേശ തരണമേ നിൻ കൃപയിൽ കരുണയിന്നുറവാം യേശു മഹേശ തരണമേ നിൻ കൃപയിൽ ആശ്രിതവത്സലനാ യേശു മഹോന്നതനേ ആശ്രിതവത്സലനാ യേശു മഹോന്നതനേ ആശകൾ തീർത്തിടുവാൻ വാനിലേശുനാഥൻ വരാറാ ആശകൾ തീർത്തിടുവാൻ വാനിലേശുനാഥൻ വരാറാ കാഹളധ്വനി വിണ്ണിൽ കേട്ടിടും നാളിൽ കാണും ഞാൻ യേശുവിനെ കാഹളധ്വനി വിണ്ണിൽ കേട്ടിടും നാളിൽ കാണും ഞാൻ യേശുവിനെ ആശ്രിതവത്സലനാ യേശു മഹോന്നതനേ ആശ്രിതവത്സലനാ യേശു മഹോന്നതനേ പാരിലാശ്രയിച്ചിടുവാനായി നാഥ നീ മതിയെന്നുമെന്നും പാരിലാശ്രയിച്ചിടുവാനായി നാഥ നീ മതിയെന്നുമെന്നും ആശ്രിതവത്സലനാ യേശു മഹോന്നതനേ ആശ്രിതവത്സലനാ യേശു മഹോന്നതനേ വലിയവനായ ദൈവം നമ്മളുടെ ജീവിതത്തിൽ
ചെയ്യുന്ന ഓരോരോ നന്മകളെ ഓർത്താൽ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ നന്ദിയല്ലാതെ ഒന്നും പറയുവാനായിട്ടില്ല. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എങ്കിലും ദൈവതേജസ് നഷ്ടപ്പെട്ട് പാപത്തിൻ്റെ അധീനതയിൽ ആയ മനുഷ്യനെ വീണ്ടെടുക്കുവാനും രക്ഷിക്കുവാനും യാതൊരുവിധമായ മാർഗങ്ങളും ഇല്ലാതെ ഇരുന്നപ്പോൾ കർമ്മപ്രവൃത്തി കൊണ്ടോ കർമ്മം കൊണ്ടോ മാനുഷികമായ പ്രയത്നം കൊണ്ടോ മാനുഷികമായ ചിന്താഗതികൾ കൊണ്ടൊന്നും തന്നെ മനുഷ്യന് ഒരു രക്ഷയും മനുഷ്യനൊരു വീണ്ടെടുപ്പും സാധ്യമാകാതെ ഇരുന്ന സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് മാനവജാതിയെ സ്നേഹിച്ചു. ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനം നമുക്ക് കാൽവറി ക്രൂശിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന, പ്രത്യേകിച്ച് അതിന് പകരം നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട്, നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിയും? നന്ദി, നന്ദി എൻ ദൈവമേ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എണ്ണമില്ലാത്ത നന്മകൾക്ക് ഞങ്ങളുടെ ആത്മാവിനെ, നമ്മുടെ പ്രാണനെ വീണ്ടെടുത്ത് രക്ഷിച്ച് നിത്യമായ നരകക്കുഴിയിലേക്ക്, പാതാളക്കുഴിയിലേക്ക് പോകേണ്ടവരായിരുന്ന നമ്മെ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന ആ അവസ്ഥയിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച് ദൈവത്തിൻ്റെ മക്കളെന്നുള്ള ആ വലിയ അവകാശത്തിലേക്ക്, പദവിയിലേക്ക്, വലിയവനായ ദൈവം നമ്മുടെ പിതാവെന്നുള്ള ആ വലിയ പദവിയിലേക്ക് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നു. അവനോടൊപ്പം ഇരിക്കുവാനായിട്ട് എത്ര നന്മകളാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്. ഭൗതികമായ, ആത്മീകമായ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് ഓർക്കുമ്പോൾ എത്രയോ പേര് ഈ ഭൂമിയിൽ നിന്ന് മരണമഴിയായി മാറ്റപ്പെടുന്നു. എത്രയോ പേര് രോഗക്കിടക്കയിലും ആശ്വാസത്തിന് വകയുമില്ലാതെ ദുഃഖത്തിന്റെ, നിരാശയുടെ അവസ്ഥയിലൂടെ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി, നന്ദി എൻ ദൈവമേ എന്ന് മാത്രമേ നമുക്ക് പറയുവാനായിട്ടുള്ളൂ. മഹാമാരിയാൽ, വലിയ അപകടങ്ങളാൽ, മഹാവ്യാധിയാൽ ഓരോരുത്തരും ഭൂമിയിൽ നിന്ന് ഓരോ ദിവസവും മരണം വഴിയായി മാറ്റപ്പെടുമ്പോൾ, ഓരോ ദിവസത്തെ വാട്സാപ്പുകൾ അല്ലെങ്കിൽ ഓരോ ന്യൂസ് പേപ്പറുകൾ നാം നോക്കുമ്പോൾ ഓരോരുത്തരുടെ മരണത്തിന്റെ അവസ്ഥകൾ, മരിച്ച അവസ്ഥകൾ, മരണത്തിന്റെ കോളങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ സമപ്രായക്കാര് എത്രയോ പേര് ഈ ഭൂമിയിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടു. ഈ ഭൂമിയിൽ നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്, ദൈവത്തിന്റെ വലിയ കരുണയാണ്, ദൈവത്തിന്റെ വലിയ സ്നേഹമാണ് എന്നുള്ളത് ഓർത്തുകൊണ്ട് നന്ദി, നന്ദി എൻ ദൈവമേ എന്നുള്ള ഗാനം, ദൈവത്തിന് നന്ദി കരേറ്റുന്ന ഒരു ഗാനം നമുക്ക് ഇപ്പോൾ ശ്രമിക്കാം. ഈ ഗാനം സിമി ജേക്കബ് കൊട്ടാരക്കര ദൈവനാമഹത്വത്തിനായിട്ട് ആലപിക്കുന്നു.
ഇനി ലോകത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ ഒരത്ഭുതം എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നത്, പ്രത്യേകിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവാണ്. ലോക സംഭവങ്ങളൊക്കെ കർത്താവിൻ്റെ വരവിനെയാണ് വിളിച്ചറിയിക്കുന്നത്. പ്രത്യേകിച്ച് പ്രവചന പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നനച്ചിരിക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ്റെ വരവ് ആയിരിക്കുമെന്നുള്ളതാണ് ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം എത്രത്തോളം നിറവേറ്റി, പ്രത്യേകിച്ച് ഈ ഗാനത്തിലൂടെ നമുക്ക് ആ ഗാനരചയിതാവ് പറയുകയാണ്, ഇല്ല നാളധികം. അതുപോലെ തന്നെ മണ്ണിൽ നിലനിൽക്കുന്ന വീട് ഒന്നും നമുക്ക് ഇല്ല. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തം, കർത്താവിൻ്റെ വേല തികയ്ക്കാം. ഈ ലോകത്തെ ത്യജിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുങ്ങാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വരവിനെ ഓർമ്മിപ്പിച്ച് ഉണർത്തുന്ന ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. കർത്തദാസൻ ചാൾസ് ജോൺ റാന്നി രചിച്ച ഗാനം വാനിൽ വന്നിടുമേ വിണ്ണിൻ ദൂതരുമായി എന്ന ഗാനം, സുതിരിമധുരമായ ഗാനം കർത്തദാസൻ ഇട്ടിക്കൽ കുഞ്ഞുമോൻ സഹോദരൻ ദൈവനാമമഹത്വത്തിനായിട്ട് ആലോപിക്കും. രാജരാജൻ നമ്മുടെ നാഥൻ തേജസ്സിൽ വന്നിടുമേ. നാളധികം പാരിൽ നമുക്കിനിയും വേല തികച്ചിടാ, ലോകം ത്യജിച്ചിടാ. ഇല്ല നാളധികം പാരിൽ നമുക്കിനിയും വേല തികച്ചിടാ, വരവിനായെന്നും ഉത്സുകരായി നാം, വരവിനായെന്നും ഉത്സുകരായി നാം ഒരുങ്ങിയുണർന്നിരിക്കാം. വാനിൽ വന്നിടുമേ
നമ്മുടെ നാഥൻ തേജസ്സിൽ വന്നിടുമേ. മണ്ണിൽ നിലനിൽക്കും ഒന്നും നമുക്കില്ല, വിണ്ണിലൊരുക്കുന്ന വീടു നമുക്കുണ്ട്. മണ്ണിൽ നിലനിൽക്കും ഒന്നും നമുക്കില്ല, വിണ്ണിലൊരുക്കുന്ന വീടു നമുക്കുണ്ട്. വീണ്ടെടുപ്പിന്നാൾ വേഗം വരുന്നു, വീണ്ടെടുപ്പിന്നാൾ വേഗം വരുന്നു. വീട്ടിൽ നാം ചേർന്നിടാറാ വാനിൽ വന്നിടുമേ. പിന്നിൽ ദൂതരുമാ രാജരാജൻ നമ്മുടെ നാഥൻ തേജസ്സിൽ വന്നിടുമേ. രാജരാജൻ നമ്മുടെ നാഥൻ തേജസ്സിൽ വന്നിടുമേ. ശാലിം നഗരമതിൽ തങ്കവീഥികളിൽ ചേലെഴും പ്രിയന്റെ സ്നേഹക്കൈകളിൽ നാം. ശാലിം നഗരമതിൽ തങ്കവീഥികളിൽ ചേലെഴും പ്രിയന്റെ സ്നേഹക്കൈകളിൽ നാം ചേർന്നു വിശ്രാമം നേടിയിടുമെന്ന്, ചേർന്നു വിശ്രാമം നേടിയിടുമെന്ന്. തീർന്നിടുമാകുലങ്ങൾ വാനിൽ വന്നിടുമേ. പിന്നിൽ ദൂതരുമാ രാജരാജൻ നമ്മുടെ നാഥൻ തേജസ്സിൽ വന്നിടുമേ. രാജരാജൻ നമ്മുടെ നാഥൻ തേജസ്സിൽ വന്നിടുമേ. വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമിൻ്റെ ചരിത്രം പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. തേജോമയനായ ദൈവം കൽദേയരുടെ ഊരിൽ നിന്ന് വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാമിനെ വിളിച്ചു. പ്രത്യേകിച്ച് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അതുപോലെ തന്നെ ആ വലിയവനായ ദൈവം, ആ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അബ്രഹാം അനുഗമിക്കുവാനായിട്ട്, പ്രത്യേകിച്ച് കാണിപ്പാനിരിക്കുന്ന ഒരു ദേശത്തേക്ക്
വിശ്വാസത്താൽ തൻ്റെ യാത്ര ചെയ്യുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ തൻ്റെ ജീവിത വൈതരണികളിൽ, തൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ പല അനുഭവങ്ങളിലൂടെയും തനിക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ തൻ്റെ സ്വന്തം മകനെ തന്നെ ദൈവത്തിന് വേണ്ടി ഹോമയാഗം കഴിക്കുവാനായിട്ട് അബ്രഹാമിനോടായിട്ട് ദൈവം കൽപ്പിച്ചപ്പോൾ ആ ആവശ്യപ്പെടലിൻ്റെ മുമ്പിൽ അബ്രഹാം പകച്ചു നിന്നു. എങ്കിലും ദൈവം സകലത്തിനും മതിയായവനാണ്. എല്ലാ പ്രതികൂലങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ദൈവം മതിയായവനാണ്. ഒരുപക്ഷെ എൻ്റെ മകനെ, എൻ്റെ ഏകജാതനായ ആ മകനെ തന്നെ യാഗം കഴിക്കുകയാണെങ്കിൽ അവനെ ഉയിർപ്പിക്കുവാനും അവനെ വീണ്ടും എനിക്ക് നിത്യതയിൽ കാണാം എന്നുള്ള വലിയ പ്രത്യാശ, വലിയൊരു വിശ്വാസം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ മകനെയും കൊണ്ട് വിറകുമായിട്ട് ആ മോറിയ മലയിലേക്ക് അബ്രഹാം യാത്രയാകുവാനായിട്ട് ഇടയായത്. എന്നാൽ തൻ്റെ മകനെ അവിടെ യാഗം കഴിക്കേണ്ടതായിട്ട് വന്നില്ല. അതിന് പകരമായിട്ടൊരു ആട്ടിൻകുട്ടിയെ അവിടെ യാഗം കഴിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെയും ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ് നമ്മളെ ദൈവം നടത്തുന്നത്? രോഗങ്ങൾ കടന്നു വരുമ്പോൾ, നിരാശകൾ കടന്നു വരുമ്പോൾ, സാമ്പത്തികമായിട്ടുള്ള പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, കഠിനമായ പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് യഹോവ ഇരേ, ഞാൻ കരുതുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിലെല്ലാം ദൈവം കരുതുന്നവനാണ്. ആ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായി തീരട്ടെ. ഈ ആശയം വരുന്ന ഒരു ഗാനം, യഹോവ ഇരേ ദാതാവാം ദൈവം എന്ന ഗാനം ഇപ്പോൾ സിമി ജേക്കബ് കൊട്ടാരക്കര ദൈവനാമമഹത്വത്തിനായിട്ട് ആലപിക്കുന്നു. നമുക്ക് ശ്രമിക്കാം.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ വിളിക്കുന്ന ഒരു കർത്താവാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാലത്തിൻ്റെ സമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായിട്ട് മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് അവതരിച്ച മനുഷ്യത്വത്തിൽ ഉളവായ മനുഷ്യനായ കർത്താവായ യേശു ക്രിസ്തു, ദൈവമായിരുന്നവൻ മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരെ സ്നേഹത്തോടെ വളരെ ആർദ്രതയോടെ വിളിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അധ്വാന ഭാരത്താൽ വലയുന്നവരായിട്ടുള്ളവർ, ആശ്വാസമില്ലാതെ അലയുന്നവരായിട്ടുള്ളവർ, പാപത്തിൻ്റെ നീർച്ചുഴിയിൽ കഴിയുന്നവരായിട്ടുള്ളവർ, രോഗത്താൽ ഭാരപ്പെട്ട് മനം തകർന്നവർ, ഒരുപക്ഷെ ആശ്വാസം എവിടെ ലഭിക്കുമെന്ന് ചിന്തിച്ച് നിരാശയുടെ വലിയ ഗർത്തത്തിൽ കഴിയുന്നവരെ സ്നേഹമോടെ ആർദ്രതയോടെ കർത്താവായ യേശു ക്രിസ്തു വിളിക്കുന്നു. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ദൈവം മനുഷ്യനെ മാടി വിളിക്കുകയാണ്, സ്നേഹത്തോടെ വിളിക്കുകയാണ്. ലാസറിൻ്റെ കല്ലറയടുക്കൽ ചെന്ന് കർത്താവായ യേശു ക്രിസ്തു ലാസറേ എന്ന് വിളിച്ചു. മരിച്ച ലാസർ, 4 നാളായ ലാസർ, നാറ്റം വെച്ച ലാസർ അതാ മരിച്ചവനെങ്കിലും അവൻ ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. യേശു ആ ദുഃഖഭവനത്തിൽ അവിടെ കണ്ണുനീർ വാർത്തു എന്ന് നാം വായിക്കുന്നു. ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കുന്നവനാണ്. അതുപോലെ തന്നെ കാനാവിലെ കല്യാണത്തിന് ആ ദുഃഖത്തിൽ കർത്താവായ യേശു ക്രിസ്തു പങ്കുചേരുകയും അവരുടെ പോരായ്മയെ പരിഹരിക്കുകയും ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ നിലയിൽ ആശ്വാസമില്ലാത്തവർക്ക് ആശ്വാസം നൽകുന്ന, ദുഃഖിതർക്ക് പ്രത്യാശ നൽകുന്ന, പീഡിതർക്ക് വലിയ സമാധാനം നൽകുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു ഇന്നും നിങ്ങളെ വിളിക്കുകയാണ്. സ്നേഹമോടെ കർത്താവ് വിളിക്കുകയാണ് അവൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ. നിങ്ങളുടെ പാപങ്ങളെ, നിങ്ങളുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ആ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് മാടി വിളിക്കുകയാണ്. മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ ആ സ്നേഹവിധവായ ആ അപ്പൻ ആ മാറോട് ചേർത്ത് അവൻ്റെ പാപങ്ങളെ ഒന്നും ഓർക്കാതെ അവനെ സ്നേഹിച്ച ആ വലിയവനായ ആ പിതാവിൻ്റെ സ്നേഹം ഇന്നും ക്രിസ്തുവിലൂടെ നമ്മെ വിളിക്കുന്നു. ഈ ആശയം വരുന്ന ഒരു ഗാനം, ഒരു ആഹ്വാനത്തിൻ്റെ ഒരു ഗാനം, ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിക്കുന്നു എന്നുള്ള ഗാനം ഇപ്പോൾ കർത്തദാസൻ ഇട്ടികൾ കുഞ്ഞുമോൻ സഹോദരൻ ദൈവനാമഹത്വത്തിനായിട്ട് ആലപിക്കുന്നു. നമുക്ക് ശ്രമിക്കാം. ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു.
വലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, നിന്നെ രക്ഷിപ്പാൻ അവൻ കരങ്ങൾ എന്നെന്നും മതിയായവ. നിന്നെ രക്ഷിപ്പാൻ അവൻ കരങ്ങൾ എന്നെന്നും മതിയായവ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസമരുളാൻ വന്നിടുന്ന വാതിൽക്കൽ വന്നിങ്ങു വിട്ടിടുന്ന ആശ്വാസമരുളാൻ വന്നിടുന്ന അരുമ പിതാവിൻ്റെ ഇമ്പസ്വരം നീ ഇന്ന് ശ്രവിച്ചിടുമോ? അരുമ പിതാവിൻ്റെ ഇമ്പസ്വരം നീ ഇന്ന് ശ്രവിച്ചിടുമോ? ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. മനുഷ്യൻ പല നിലയിൽ ആനന്ദം കണ്ടെത്തുന്ന പ്രകൃതം ഉള്ളവരാണ്. പ്രത്യേകിച്ച് മദ്യത്തിലും മയക്കുമരുന്നിനും
അതുപോലെ തന്നെ മറ്റ് പലതിലേക്കും മനുഷ്യൻ ചാഞ്ചാടി ആനന്ദവും സന്തോഷവും കണ്ടെത്തുമ്പോൾ യഥാർത്ഥ ഒരു ഭക്തന് പറയുവാനായിട്ട് കഴിയുന്നു, ഒന്നേയുള്ള എനിക്ക് ആനന്ദമുലകിൽ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. കോരഹപുത്രന്മാർ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ വാതിൽക്കാവൽക്കാരനായിരിക്കും, നിന്റെ ആലയത്തിൻ്റെ വാതിൽക്കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. നിന്റെ ആലയത്തിൽ പാർക്കുന്നത് അത് എത്രയോ മനോഹരമാണ്, സന്തോഷമാണ് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ, ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുവാൻ, ഈ ലോകം തരുന്ന സന്തോഷവും ഈ ലോകം തരുന്ന ആനന്ദവും നൈമിഷികമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവത്തിലൂടെയുള്ള ആനന്ദം, ദൈവത്തിലൂടെയുള്ള സന്തോഷം, ദൈവവചനത്തിലൂടെയുള്ള ആശ്വാസം അത് നിത്യതയോളം നിലനിൽക്കുന്നതാണ്. കുരുകിലും മീവലും അത് കൂട് കണ്ടെത്തുന്നത് ദൈവത്തിൻ്റെ യാഗപീഠങ്ങളിലാണ്. നമുക്കും ഈ ഭൂമിയിൽ ആ ദൈവത്തിൽ ആശ്രയിക്കുവാനും കർത്താവിൻ്റെ ആ പിളർന്ന മാർവിൽ നമുക്ക് ചാരുവാനും ആ മാർവിൽ നമുക്ക് ആശ്വാസം കണ്ടെത്തുവാനും നമുക്ക് കഴിയണം. ഒരുപക്ഷെ ചിലർ ചിന്തിക്കുന്നു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഈ ലോകം ക്ഷണികമാണ്, ഈ ജീവിതം ക്ഷണികമാണ്, മരണം വഴിയായി ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പേ എത്രത്തോളം സന്തോഷിക്കാമോ, എത്രത്തോളം ജീവിതം സന്തോഷത്തിനു വേണ്ടിയും ആനന്ദത്തിനു വേണ്ടിയും ചിലവഴിക്കാമോ, ആ നിലയിൽ ചിലവഴിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വലിയൊരു മുന്നറിയിപ്പുണ്ട്. ഇത് താൽക്കാലികമാണ്. നാം എല്ലാവരും മരണമെന്ന കവാടം വിട്ട് കവാടം കടന്ന് നാം മുന്നോട്ട് പോകേണ്ടവരാണ്. എന്നാൽ യഹോവയെങ്കിലെ സന്തോഷം എൻ്റെ ബലമാകുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയണം. ആ കാരാഗൃഹത്തിൻ്റെ ആ അനുഭവത്തിലും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് കർത്താവിൽ സന്തോഷിപ്പിൻ എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ആ സന്തോഷം കണ്ടെത്തി കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ആനന്ദം, യഥാർത്ഥ ആനന്ദം നമുക്ക് കണ്ടെത്തി നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. ഈ ആശയം വരുന്ന ഒരു ഗാനം, ഒന്നേ ഉള്ള എനിക്ക് ആനന്ദമുലകിൽ എന്നുള്ള ഗാനം അനുഗ്രഹിക്കപ്പെട്ട ഗാനരചയിതാവ് എം.ഇ. ചെറിയാൻ സാറ് രചിച്ച ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. സിമി ജേക്കബ് കൊട്ടാരക്കര ഈ ഗാനം ആലപിക്കുന്നു.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സായം സന്ധ്യയുടെ ഈ സമയത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ, പ്രത്യേകിച്ച് കൃതദാസൻ ഈട്ടിക്കൽ കുഞ്ഞോൻ സഹോദരനിലൂടെയും അതുപോലെ തന്നെ സിമി ജേക്കബ് കൊട്ടാരക്കരയിലൂടെയും നമുക്ക് ശ്രവിക്കുവാനായിട്ടിടയായി തീർന്നു. ഈ ദൃശ്യമാധ്യമത്തിലൂടെ വിവിധ ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ, സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുകയാണ്. തുടർന്നുള്ള ചില നിമിഷങ്ങൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, ആലോചന നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിന് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. 10-ാമത്തെ വാക്യോടെ വായിക്കുന്നു. അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിൽ ഇരുന്നു. മത്തായി എഴുതിയ സുവിശേഷം നമുക്കറിയാം, പുതിയ നിയമത്തിലെ 1-ാമത്തെ പുസ്തകമാണ് മത്തായി എഴുതിയ സുവിശേഷം. പുതിയ നിയമം ആരംഭിക്കുന്നത് തന്നെ മത്തായി എഴുതിയ സുവിശേഷത്തിലൂടെയാണ്. പ്രത്യേകിച്ച് ഈ മത്തായിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, മത്തായി ഒരു യഹൂദനായിരുന്നു എന്നും മത്തായിയെ എങ്ങനെയാണ് കർത്താവ് വിളിച്ചത് എന്ന് തൻ്റെ ആ വിളിയോടുള്ള ബന്ധത്തിൽ താൻ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വേദവാക്യമാണ് ഈ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യം. അതിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യം നാം വായിക്കുമ്പോൾ ഒരു പക്ഷപാതക്കാരൻ്റെ ആ രോഗത്തിന് കർത്താവ് സൗഖ്യം നൽകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അവനോടായിട്ട് കർത്താവ് പറയുകയാണ്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുവാനായിട്ടിടയായത്. പ്രത്യേകിച്ച് മാനവരാശിയുടെ പാപത്തിന് പരിഹാരം കൊടുക്കുവാൻ, പാപങ്ങളെ മോചിപ്പിക്കുവാനായിട്ട്, പാപത്തിന് പാപപരിഹാരം വരുത്തുവാനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മതിയായവനായിട്ടുള്ളവനാണ്. ഇവിടെ ചുങ്കക്കാരനായ, പ്രത്യേകിച്ച് ഈ മത്തായിയുടെ ആ ചരിത്രം നാം പഠിക്കുമ്പോൾ, താൻ ഒരു ചുങ്കക്കാരനായിട്ട്, ഒരു കരം പിരിക്കുന്നവനായിട്ടിരിക്കുന്ന ആ വ്യക്തിയുടെ പാപങ്ങൾ നമ്മുടെ കർത്താവ് മോചിക്കുവാനായിട്ട്, കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരൊക്കെ പറഞ്ഞത് അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനാണ്, അവൻ അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും അവരോടുകൂടെ സഹകരിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ, കർത്താവിന് പറയുവാനായിട്ടുള്ളത് മനുഷ്യപുത്രന് പാപങ്ങളെ മോചിക്കുവാനായിട്ട് അധികാരമുണ്ട് എന്ന് വെളിപ്പെടുത്തത്തക്ക നിലയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപികളെയും അതുപോലെ തന്നെ ചുങ്കക്കാരെയും, സമൂഹത്തിൽ ഒറ്റപ്പെട്ട് സമൂഹത്തിൽ ഉച്ചനീചത്വം അനുഭവിക്കുന്ന, സമൂഹത്തിൽ ഏകാന്തത അനുഭവിക്കുന്ന, സമൂഹത്തിൽ ഒരുപക്ഷെ വലിയ വിലയോ നിലയോ ഒന്നുമില്ലാത്തവരെ കർത്താവ് സ്നേഹിക്കുന്നു എന്നുള്ള ആ വചനമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു മത്തായി എന്ന് പേരുള്ള ഒരു മനുഷ്യനെ കാണുകയാണ്. അവൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ഇവിടെ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ ചുങ്കസ്ഥലത്താണ് ഇരിക്കുന്നത്. നമുക്കറിയാം, അന്നത്തെ കാലഘട്ടത്തിൽ ചുങ്കക്കാരായിട്ടുള്ളവർക്ക്, കരം പിരിക്കുന്നവരായിട്ടുള്ളവർക്ക് വലിയ സാമൂഹിക വലിയ നിലയിലുള്ള മാന്യതകളൊന്നുമില്ലായിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ ഭരണകൂടമായിരിക്കുന്ന റോമൻ ഭരണകൂടത്തിനു വേണ്ടി മനുഷ്യരുടെ കയ്യിൽ നിന്ന്, അന്നത്തെ ജനങ്ങളുടെ കയ്യിൽ നിന്ന്
ചുങ്കം പിരിച്ച് ആ നിലയിൽ അമിതമായ ചുങ്കം പിരിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് ജീവിക്കുമ്പോൾ സമൂഹത്തിൽ വലിയ ഒരു സ്ഥാനമൊന്നും അവന്റെ ജീവിതത്തിൽ അവന് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. ആ സാഹചര്യത്തിലാണ് കർത്താവ് അവനെ കാണുന്നത്. നമുക്ക് ഇവിടെ ഓർക്കുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ കർത്താവ് നമ്മെ കാണുന്നവനാണ്. നാം ഏതവസ്ഥയിലായിരിക്കുന്നു എന്ന് നമ്മുടെ കർത്താവ് കാണുന്നു. ഒരുപക്ഷെ നമുക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനങ്ങളൊന്നുമില്ലായിരിക്കാം, വലിയ വിലയോ നിലയോ ഒന്നുമില്ലാത്ത സാഹചര്യത്തിലായിരിക്കാം നാം ആയിരിക്കുന്നത്. എന്നാൽ നാം ഏതവസ്ഥയിലായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് കർത്താവ് നമ്മെ കാണുന്നു എന്നുള്ളതാണ് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നത്. ഒരുപക്ഷെ കർത്താവിനെ കാണുവാൻ ആഗ്രഹിച്ച് ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറിയ സക്കായിയെ കർത്താവ് കണ്ടു. കർത്താവ് സക്കായിയോട് പറയുകയാണ്, നീ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. കർത്താവ് കാണുന്നവനാണ്. നാം ഒരുപക്ഷെ കാണുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ നമ്മെ കാണുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മെ അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ സാമൂഹികമായിട്ടുള്ള നമ്മുടെ അവസ്ഥകളൊക്കെ അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. കർത്താവ് മത്തായിയോടായിട്ട് പറയുകയാണ്, 9-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗത്ത് കർത്താവ് പറയുകയാണ്, എന്നെ അനുഗമിക്കും. പാപത്തിന്റെ പടുകുഴിയിൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് എല്ലാവരാലും വെറുക്കപ്പെട്ട് യാതൊരുവിധമായിട്ടുള്ള സന്തോഷമോ സമാധാനമോ കണ്ടെത്തുവാൻ കഴിയാതെ ആ അവസ്ഥയിലായിരുന്ന ആ മത്തായിയോടായിട്ട് കർത്താവ് പറയുകയാണ്, എന്നെ അനുഗമിക്കാം. ഇന്നും കർത്താവ് വിളിക്കുകയാണ് കർത്താവിനെ അനുഗമിക്കുവാനായിട്ട്, കർത്താവിൻ്റെ കാൽചൂടുകളെ പിന്തുടരുവാനായിട്ട്. ഇന്നും കർത്താവ് അനേകരെ വിളിക്കുകയാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ആ നിലയിൽ നമ്മുടെ കർത്താവിൻ്റെ കാൽചൂടുകളെ പിന്തുടരുന്നു. കർത്താവിൻ്റെ ജീവിതത്തിൽ അനുകരിക്കുന്നവരായി, കർത്താവിൻ്റെ കാൽചൂടുകളെ പിന്തുടരുന്നവരായി നമുക്ക് അനേകരെ കാണുവാനായിട്ട് കഴിയും. ഇവിടെ മത്തായിയോടായിട്ടും കർത്താവ് പറയുകയാണ്, എന്നെ അനുഗമിക്കുക എന്നുള്ളത്. നമ്മുടെയും ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് അനുഗമിക്കുവാൻ, നമുക്ക് പിന്തുടരുവാൻ, നമുക്ക് കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഏറ്റവും നല്ല രക്ഷകനായിട്ടുള്ളവൻ, ഏറ്റവും മതിയായവനായിട്ടുള്ളവൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവാണ്. മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന പത്രോസിനെയും അതുപോലെ തന്നെ യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ കർത്താവ് വിളിച്ചു, എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് കർത്താവ് പറയുവാനായിട്ടിടയായത്. വ്യക്തി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനും വ്യക്തി ജീവിതങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വരുത്തുവാനും കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് അവരോടായിട്ട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഒരു വ്യക്തികളെ മാറ്റത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഓരോ വ്യക്തി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് അപ്പോസ്തലനായ പൗലോസിനെ കർത്താവ് വിളിച്ചു. നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ആ നിലയിൽ പൗലോസിന്റെ ജീവിതത്തെ കർത്താവ് രൂപാന്തരപ്പെടുത്തി, പത്രോസിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. ഇവിടെ മത്തായിയോടായിട്ടും കർത്താവ് പറയുകയാണ്, എന്നെ അനുഗമിക്കുക, എന്നെ പിന്തുടരുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലും ഈ കർത്താവിനെ പിന്തുടരുവാനായിട്ട് കർത്താവ് നമ്മെ ശിഷ്യത്വത്തിലേക്കാണ് വിളിക്കുന്നത്. കർത്താവ് നമ്മെ വിളിക്കുന്നത് കർത്താവിൻ്റെ ശിഷ്യനായി തീരുക എന്നുള്ളതാണ്. കർത്താവ് തന്നെ പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നുള്ളത് കർത്താവിൻ്റെ വാക്കുകളാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവിനെ പിന്തുടരുവാനായിട്ട്, കർത്താവിൻ്റെ കാൽച്ചുവടുകളെ നമുക്ക് ഓരോരുത്തർക്കും പിന്തുടരുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവമായിരുന്നവൻ മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് അവതരിച്ച് പാലസ്തീന്റെ പച്ച മണ്ണിലൂടെ നടന്ന് അനേക സാധാരണക്കാരായിട്ടുള്ള ഒറ്റപ്പെട്ട് കഴിയുന്ന സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരായിരുന്നവരെയൊക്കെ കർത്താവ് വിളിച്ച് കർത്താവ് പറയുകയാണ്, എന്നെ അനുഗമിക്കുക. ഇന്നും കർത്താവ് വിളിക്കുകയാണ്. 50-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്തു,
സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. നമ്മുടെ കർത്താവ് വിളിക്കുന്ന ദൈവമാണ്. കർത്താവിന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ, അവന്റെ ശിഷ്യന്മാരായി തീരുവാൻ കർത്താവ് വിളിക്കുകയാണ്. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ കർത്താവ് വിളിക്കുകയാണ്. ഭാഷണമില്ലാതെ, വാക്കുകളില്ലാതെ, ശബ്ദം കേൾക്കുവാനില്ലാതെ മനുഷ്യനെ മാടി വിളിക്കുകയാണ്. നിങ്ങളുടെ പാപവഴികളെ വിട്ട്, നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് നിങ്ങൾ കർത്താവിനെ അനുഗമിക്കുക, കർത്താവിന്റെ കാൽച്ചുവടുകളെ പിന്തുടരുക, കർത്താവിനെ ആരാണെന്ന് ജീവിതത്തിൽ രുചിച്ചറിയുക. നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച അവസാനത്തോട് രക്തം വരെയും മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഊറ്റിത്തന്ന മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, മനുഷ്യന്റെ വീണ്ടെടുപ്പ് സാധ്യമാകുവാൻ, മനുഷ്യനു വേണ്ടി ഈ ലോകത്തിലേക്ക് ദൈവമായിരുന്നവൻ മനുഷ്യനായിട്ട് അവതരിച്ചുകൊണ്ട് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി യാഗമായി തീർന്ന ഈ കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളത് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഒരു കാര്യമാണ്. ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്, അവൻ കർത്താവിനെ അനുഗമിച്ചു. അവൻ എഴുന്നേറ്റു, അവനെ അനുഗമിച്ചു. അവൻ മറ്റൊന്നും ചിന്തിച്ചില്ല, മറ്റാരോടും ഒരു ആലോചന ചോദിച്ചില്ല. അവന്റെ കണക്കൊക്കെ, അവൻ ആ ചുങ്ക സ്ഥലത്തിരുന്നു കൊണ്ട് ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുന്ന ആ കണക്കൊക്കെ വളരെ അപ് ടു ഡേറ്റ് ആയിരുന്നു. അതെല്ലാം അവിടെ സമർപ്പിച്ചിട്ട് കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് അവന് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നത്. എന്ന് മാത്രമല്ല, അതിന്റെ 10ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, അവന്റെ ഭവനം കർത്താവിനായിട്ട് തുറന്നു കൊടുക്കുവാനായിട്ടിടയായി. നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുവാൻ, കർത്താവിനായിട്ട് നമ്മുടെ ഭവനങ്ങൾ തുറക്കപ്പെടുവാൻ, കർത്താവിനായിട്ട് നമ്മുടെ സഭകൾ, സമൂഹങ്ങൾ തുറക്കപ്പെടുവാൻ, ഇവിടെ മത്തായിയുടെ ഭവനം കർത്താവിനായിട്ട് തുറക്കപ്പെടുകയും മത്തായി വലിയൊരു വിരുന്ന് കഴിച്ച്, അതുപോലെ തന്നെ വിരുന്ന് നടത്തി അവിടെ ഉള്ളവരെ എല്ലാം ആ നിലയിൽ ക്ഷണിച്ച് തൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം, തൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ രൂപാന്തരം, തൻ്റെ ജീവിതത്തിൽ കർത്താവ് വന്നതുകൊണ്ട്, കർത്താവിൻ്റെ ഒരു ശിഷ്യനായി തീർന്നതുകൊണ്ട്, തൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം നിലയിലുള്ള സന്തോഷം, തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രത്യാശ, തൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം നിലയിൽ വ്യതിയാനങ്ങൾ, വ്യത്യാസങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഉണ്ടായി എന്നുള്ള കാര്യം മറ്റുള്ളവരോട് പ്രസ്താവിക്കുന്ന ഒരു മത്തായിയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. എനിക്ക് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുത്. ഒരുപക്ഷെ റോമൻ ഭരണകൂടം എനിക്ക് വലിയ നിലയിലുള്ള ശമ്പളവും മറ്റു കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ സമൂഹത്തിൽ എനിക്ക് വലിയ നിലയോ വലിയ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ അതെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കർത്താവിനെ പിന്തുടരുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. ആ വസ്തുത മറ്റുള്ളവരോടും അറിയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്ന് മാത്രമല്ല, ഈ മത്തായി എഴുതിയ സുവിശേഷം തന്നെ എഴുതുവാനായിട്ടിടയായി തീർന്നത് മത്തായി ആണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ തൻ്റെ ഭൗതികമായ ജോലിയോടുള്ള ബന്ധത്തിലും തൻ്റെ ചുങ്കം പിരിക്കുന്ന ആ ജോലിയോടുള്ള ബന്ധത്തിലുമൊക്കെ ആയിരുന്നു താനെങ്കിൽ ഒരുപക്ഷെ താൻ അറിയപ്പെടാത്ത ഒരു വ്യക്തിയായി, ലോകം തന്നെ അറിയപ്പെടാത്ത ഒരു വ്യക്തിയായി താൻ ആയിത്തീരേണ്ട വ്യക്തിയായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലെ 1-ാമത്തെ പുസ്തകമായിരിക്കുന്ന ആ സുവിശേഷം യേശുക്രിസ്തുവിന്റെ ജീവിതവും യേശുക്രിസ്തുവിന്റെ ചരിത്രവും യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണവും ഒക്കെ രചിക്കുവാനായിട്ട്, യേശുക്രിസ്തുവിനെ രാജാതി രാജാവായി കർത്താതി കർത്താവായി ചിത്രീകരിക്കുവാൻ യഹൂദന്മാർക്ക് തന്നെ, തൻ്റെ സ്വന്തം ജനത്തിന് തന്നെ ആ നിലയിൽ അവതരിപ്പിക്കുവാനായിട്ട് മത്തായിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നത്. ഈ കർത്താവിനെ അനുഗമിച്ചതുകൊണ്ട് മത്തായിയുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിച്ചു. ഈ സുവിശേഷം എഴുതുവാൻ, ഈ സുവിശേഷം തന്നെ അനേക ഭാഷകളിലേക്ക് അത് തർജ്ജിമ ചെയ്യപ്പെടുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ അനേകര് ഈ കർത്താവിനെ കണ്ടെത്തുവാൻ ഇടയായി തീർന്നത് ഈ സുവിശേഷം, മത്തായി എഴുതിയ സുവിശേഷം പോലെയുള്ള സുവിശേഷങ്ങൾ വായിച്ചാണ് എന്നുള്ളത് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ദൈവം അവൻ വിളിക്കുന്ന ദൈവമാണ്. രണ്ടാമതായിട്ട് നമ്മുടെ ദൈവം ശിഷ്യത്വത്തിലേക്കാണ് വിളിക്കുന്നത്. അവൻ്റെ കാൽച്ചൂടുകളെ പിന്തുടരുവാൻ
അതിന് ഒരു വിലയുണ്ട്. തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക. മൂന്നാമതായിട്ട് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിഞ്ഞത് അവൻ്റെ കാൽച്ചൂഴികളെ പിന്തുടരുവാൻ നാം തയ്യാറാകണം എന്നുള്ളതാണ്. പ്രതികൂലങ്ങൾ കടന്നു വരാം, പ്രതിസന്ധികൾ കടന്നു വരാം. എന്നാൽ ഈ നല്ല കർത്താവിനെ നാം അനുഗമിക്കുമ്പോൾ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ, നന്മകൾ നമ്മുടെ ജീവിതത്തിലും ദൈവം നൽകുന്നവനാണ്. ഈ നല്ല കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. തുടർന്ന് നമുക്കൊരു ഗാനം ശ്രവിക്കാം. ഞാൻ നിന്നെ കൈവിടുമോ എന്നുള്ള ഗാനം. ലോകത്തെല്ലാവരും നമ്മളെ കൈവിട്ടാലും കൈവിടാത്ത ഒരു ദൈവമുണ്ട്, ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്. കർത്താവിൻ്റെ വലിയൊരു വാഗ്ദാനമാണ്, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ദാവീദ് പറയുകയാണ്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. അങ്ങനെ പറയുമ്പോൾ ദാവീദിന്റെ അപ്പനും അമ്മയൊക്കെ മരണം വഴിയായി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ആരോരും സഹായമില്ലാത്ത അനുഭവത്തിലൂടെ ദാവീദ് കടന്നു പോകുമ്പോൾ ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ അപ്പനും അമ്മ എന്നെ കൈവിട്ടാലും ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്റെ കർത്താവാകുന്നു, ഞാൻ നിന്നെ സഹായിക്കുവാൻ, ഞാൻ നിന്നെ ശക്തീകരിക്കുവാൻ, ഞാനോ ലോകാവസാനത്തോളവും എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത ആ കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഈ ശ്രുതിമധുരമായ ഗാനം ഇപ്പോൾ സിമി ജേക്കബ് ദൈവനാമഹത്വത്തിനായിട്ട് ആലപിക്കും.
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ രാത്രിയിൽ ദൈവകൃപ അനുഭവിക്കുവാൻ തൊക്കണം കർത്താവ് നമ്മെ ഇടയാക്കിയല്ലോ. ഇന്ന് ഗാനങ്ങൾ ആലപിക്കുകയും സന്ദേശം അറിയിക്കുകയും ചെയ്തത് ഒരു സുവിശേഷ കുടുംബം ആണ്. ഇന്ന് ഗാനങ്ങൾ ആലപിച്ചത് പ്രിയമകൾ സിമി ജേക്കബ് കൊട്ടാരക്കരയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഞങ്ങളെല്ലാവരും സണ്ണി എന്ന് വിളിക്കുന്ന ജേക്കബ് പി മാത്യു, ബ്രദറൻ യുവജന ശുശ്രൂഷയായ YMFിൻ്റെ ജനറൽ സെക്രട്ടറിയായി ശുശ്രൂഷിക്കുന്ന ദേവദാസനാണ്. അദ്ദേഹത്തിൻ്റെ മകളാണ് സിമി ജേക്കബ്. ഇന്ന് ഗാനങ്ങൾക്ക് നിരേഷനും സന്ദേശം അറിയിച്ചത് ഗാനം ആലപിച്ച സിമി ജേക്കബിൻ്റെ മാതൃ സഹോദരനാണ്. അദ്ദേഹം ഒരു വേദാധിപനും സുവിശേഷനുമായി ശുശ്രൂഷിക്കുന്ന ദേവദാസനാണ്. ഈ കുടുംബത്തിൻ്റെ ദൈവ സന്നിധിയിലെ സമർപ്പണവും ദൈവീയ ശുശ്രൂഷയും ഇന്ന് നിങ്ങൾക്ക് എവർക്കും പ്രയോജനപ്രദമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. വിശേഷാൽ പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. ഗാനം ആലോചിച്ച സിമി ജേക്കബ്, ലഘു സന്ദേശവും ദർശനം അവതരിപ്പിച്ച കത്തുദാസൻ ബിജു അവർകൾ, കീബോർഡ് പ്ലേ ചെയ്ത് ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയതായ ബെനറ്റ് ജോൺ, സഹാരിയായി തീർന്ന ജേക്കബ് ബി മാത്യു, എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഒപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ഗാനങ്ങൾ കേൾക്കുകയും കാണുകയും ഇതിനനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ നന്ദി പ്രകാശിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ തുടർന്ന് അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ കേട്ട ഗാനങ്ങളും സന്ദേശങ്ങളും നിങ്ങളുടെ ഹൃദയത്തിന് ആനന്ദപ്രദവും ആത്മീയ ജീവിതത്തിന് ഉണർവേകുന്നതും ആയിത്തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഉന്നതനായ ദൈവത്തെക്കുറിച്ചും ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന രക്ഷിതാവിനെ കുറിച്ചും തന്നിൽ പ്രിയം വെച്ച ഭക്തരെ ചേർക്കുവാനായി വീണ്ടും വാനിൽ വരുവാൻ പോകുന്നവനും സകലർക്കും ആശ്വാസം നൽകുവാനും കഴിയുന്നവനായ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾ പാടിയത്, ഞങ്ങൾ പ്രസംഗിച്ചത്, ഞങ്ങൾ ഇവിടെ ശുശ്രൂഷിച്ചത്. ഈ ശുശ്രൂഷ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയപ്പോൾ നിങ്ങൾ വിവിധ വിചാരങ്ങളാൽ ഭാരപ്പെടുന്നവരായി ഇരിക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ശക്തമായി ഇടപെടുകയാണ്. ആശ്വാസത്തിൻ്റെ ഉറവിടം യേശുക്രിസ്തു മാത്രമാണ്. ആശ്രയിക്കാൻ കൊള്ളാവുന്നവൻ കർത്താവ് മാത്രമാണ്. ലോകരെല്ലാം നിങ്ങളെ തള്ളിക്കളഞ്ഞാലും എല്ലാവരും നിങ്ങളെ ഉപേക്ഷിച്ചാലും നിങ്ങൾക്ക് പറയുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഒന്നേ ഉള്ളു, എനിക്ക് ആനന്ദമൊലുകിൽ യേശുവിൻ്റെ സന്നിധി മാത്രം എന്ന് പറയുവാൻ കഴിയുന്നെങ്കിൽ അതിനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല. ഈ രാത്രി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ എവിടെയായിരുന്നു, ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവമുമ്പാകെ ഒരു നിമിഷം സമർപ്പിച്ച്, നിങ്ങളുടെ കണ്ണുകളെ ദൈവമുമ്പാകെ അടച്ച്, ദൈവത്തെങ്കിലും ഹൃദയം ഏകാഗ്രമാക്കി നിങ്ങൾ ദൈവമുമ്പാകെ കടന്നു വരികയോ, ആശ്വാസത്തിന് ഉറവിടമായ കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്, നിങ്ങളെ മാടി വിളിക്കുകയാണ്. മകനെ, മകളെ, എൻ്റെ സന്നിധിയിലേക്ക് വരികയാണ്. നിന്റെ പ്രശ്നങ്ങൾ ഏതുമാകട്ടെ, നിന്റെ പാപരോഗത്തെ മാറ്റുവാൻ എനിക്ക് കഴിയും. നിന്റെ മാനസികമായ വിധകളെ മാറ്റുവാൻ എനിക്ക് കഴിയും. നിന്റെ സങ്കടങ്ങളെ മാറ്റുവാൻ എനിക്ക് കഴിയും. നിനക്ക് ബലം തരുവാൻ, നിന്റെ എഴുന്നേൽപ്പ് നിർത്തുവാൻ, നിന്റെ കണ്ണുനീരിനെ മായ്ക്കുവാൻ, നിന്റെ ദുഃഖങ്ങളെ അകറ്റുവാൻ എനിക്ക് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ സമീപം നിൽക്കുന്ന രക്ഷിതാവായ യേശുവിനെ നീ കാണുമോ? ഈ രാത്രി നിന്റെ സന്ദർശനത്തിന്റെ ദിവസമായി തീരട്ടെ. കർത്താവിനുള്ളതിൽ സ്വീകരിക്കുന്ന ദിവസമായി തീരട്ടെ. കർത്താവിനെ അറിഞ്ഞ പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ ഭാരത്തിൽ കഴിയുന്നവരായി ഇത് കേട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ സങ്കടത്തിൽ നിങ്ങൾക്ക് സഹായനായി കർത്താവുണ്ട്. അവൻ ആശ്രിത വത്സരനാണ്. നിങ്ങൾ ക്ഷീണിക്കുമ്പോൾ അവൻ കൃപയേറുന്നവനാണ്. നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുമ്പോൾ അവൻ്റെ കൃപ നിങ്ങളുടെ മേൽ പകരും.
നിങ്ങൾ കഷ്ടത്തിലായിരിക്കുമ്പോൾ, വേദനപ്പെട്ടിരിക്കുമ്പോൾ, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, സഹിക്കുവാൻ കഴിയാത്ത ഭാരങ്ങളാൽ നിങ്ങൾ വരയുമ്പോൾ, നിങ്ങളുടെ അടിയിൽ വന്ന് അവൻ്റെ കൃപ പകർന്ന് നിങ്ങളെ ശക്തീകരിക്കാൻ മതിയായ ദൈവമാണ്. ഈ രാത്രിയിൽ ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി തിരുനാമത്തിന് സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ മണിക്കൂറിൽ ഞങ്ങൾ ദൈവം ഭാഗിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഗാനങ്ങൾ ശ്രമിക്കുകയായിരുന്നു. അവിടുത്തെ വചനം ഞങ്ങൾ കേൾക്കുകയായിരുന്നു. അവിടെ നിങ്ങളോട് വാസമായി ഇടപെട്ടതിനായ സ്തോത്രം. അവിടെ നിങ്ങൾ സംസാരത്തിനായ സ്തോത്രം. ഞങ്ങളെ അറിയുന്ന ഒരു ദൈവമുള്ളതിനായി സ്തുതിക്കുന്നു. ആ ദൈവത്തെങ്കിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കേൾവിക്കാരായ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗികളാർക്ക് സൗഖ്യം നൽകണമേ. കഷ്ടമനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. കടഭാരങ്ങളെ വലിയുന്നവർക്ക് അവരുടെ പ്രശ്നത്തിന് പരിഹാരം നൽകണമേ. മാനസിക വ്യതകളാൽ ഭാരപ്പെടുന്നവർക്ക് ആശ്വാസം ബലം നൽകി അവരെ സമാധാനിപ്പിക്കണമേ. കർത്താവിന്റെ കൃപ എല്ലാവരുടെയും പകരണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ മാനസികനായ സ്തോത്രം. അവിടെ നാമത്തെ ഉയർത്തിനായ സ്തോത്രം. സകല മഹത്വവും മാനവും സ്തുതിയും പുകഴ്ചയും അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധമായ കൂട്ടായ്മ വിശ്വാസം കാവലും നാം ഇവരോടും പ്രാർത്ഥന വിഷയങ്ങളോടും ഭൂലോകം പാടും കർത്താവിനെ കാത്തിരിക്കുന്ന സകല വിശുദ്ധന്മാരുടെ കൂടെയും ഇന്നേക്കും കാലാവസ്ഥ കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.